ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ഗാർഡനിങ് ആയാലോ. ഇവിടെ ഈ വീട്ടിന്റെ ഡെക്കാണിത്. അപ്പോൾ ഈ ഡെക്കിൽ കുറച്ച് പൂച്ചട്ടികൾ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വല്ലാതെ പടർന്നും പന്തലിച്ചും പൊടിഞ്ഞും ഒക്കെ നിൽക്കുന്നു. അപ്പൊ അതിനെ ഒന്ന് നമുക്ക് വെട്ടി ഒതുക്കി ക്ലിയർ ചെയ്ത് എടുക്കാം. ഇതൊരു അലങ്കാര ചെടിയാണ്. അപ്പൊ ഇതിങ്ങനെ പൂത്തിട്ട് ഇനി ഇതെല്ലാം അങ്ങ് കരിയുമ്പോൾ അതിനു മുമ്പ് ഞാൻ ഇതിനെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്തെടുക്കാം അല്ലേ? നിങ്ങളും കൂടെ കൂടുന്നില്ലേ എൻ്റെ കൂടെ? ഇന്നിവിടെ പുറത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഇവിടെ നിന്നപ്പോൾ നല്ല ചൂടുണ്ട്. ഇവിടെ മഴയും ഉണ്ട്, ചൂടും ഉണ്ട്. മഴ ഒന്ന് മാറി നിന്നാൽ അടുത്ത ദിവസം നല്ല ചൂടാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് നമ്മളുടെയൊക്കെ ഹെയർ കട്ട് ചെയ്യും പോലെ തന്നെയാണ്. ഇതിനെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തിയാലേ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ ഒന്ന് ആവശ്യമാണ്. ഇനി നമുക്ക് അടുത്ത പൂച്ചട്ടി എടുക്കാം. ഇത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ കണ്ടിട്ട്. ഇത് നമ്മൾ പറയുന്നത് ഞവര എന്ന് പറയും. ഇതിനെ പനിക്കൂർക്ക എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ പനിക്കൂർക്ക കണ്ടോ വല്ലാണ്ട് കിടക്കുകയാണ്. അപ്പൊ ഇതിനെ ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്യാം അല്ലേ? അപ്പൊ ആദ്യം ഈ വളർന്നിങ്ങനെ കിടക്കുന്നതിന് വെട്ടിയിടാം. ഇവിടെ പനിക്കൂർക്ക, ഇവിടെ 2 കുട്ടികൾ വളർന്ന വീടല്ലേ. ഇളയാളിപ്പോഴും കുട്ടി തന്നെയാണ്. അപ്പൊ അവർക്ക് കോൾഡൊക്കെ വരുമ്പോ മോള് പെട്ടെന്ന് ഇതെടുത്ത് വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം കൊടുക്കും. അങ്ങനെ ഇത് ശരിക്കും ഇവിടെ നട്ട് ഒരുപാട് 2, 3, 4 ചട്ടി ഇവിടെ ഉണ്ട്. ആ സൈഡൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനിത് എൻ്റെ വീട്ടിൽ ഒരുപാട് പ്രാവശ്യം വെച്ചിട്ട് ഉണ്ടാകാതെ ഇരുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഇത്തവണ ഞാൻ എന്തായാലും ഇതിന് 3-4 കമ്പ് കൊണ്ടുപോകാന്ന് വിചാരിക്കുന്നു. അവിടെ കൊണ്ട് നടണം. ഇതിന്റെ ഇടയിൽ കള ശരിക്കും വന്നിട്ടുണ്ട്. അപ്പം കളയെല്ലാം പറിച്ച് പിന്നെ ഈ സംഭവം വെച്ചൊന്ന് അതിന്റെ ചുവടെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴേ അതൊക്കെ ചെയ്യാറുള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് അടുത്ത പൂച്ചട്ടിയായിട്ട് കാണാം. ഞാൻ വെട്ടിയ പനിക്കൂർക്ക എല്ലാം ഞാൻ ഇതിലോട്ട് ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിത് വച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ഇങ്ങനെ നടാം. മണ്ണ് ഒന്ന് ഇളക്കുമ്പം തന്നെ ഒരുപാട് വിരയാണ് ഇതില് കേട്ടോ. ഈ മണ്ണില് അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പൊ ഇവിടെ അങ്ങനെയാണ്. നമ്മൾ എവിടുന്ന് മണ്ണെടുത്താലും ശരിക്ക് വിര അതിൽ കാണും. അപ്പൊ ഇത് നട്ട് കഴിഞ്ഞു. ഈ പൂച്ചട്ടി എടുത്തപ്പോ കണ്ടോ, കംപ്ലീറ്റ് തുളസിയുടെ വിത്ത് ഇതിൽ തന്നെ വീണിട്ട് ചുറ്റും നിൽക്കുകയാണ്. അപ്പൊ ഈ തുളസിയെ ഒന്ന് പിഴുത് മാറ്റി വേറൊരു പുതിയ ചട്ടിയിലോട്ട് നടണം. എന്നാലേ കറിവേപ്പ് കുറച്ചും കൂടെ നന്നായിട്ട് വരത്തുള്ളൂ. അതിനുള്ള ശ്രമമാണ് അടുത്തത്. ഇത് ഒരു പുതിയ പൂച്ചട്ടി നമ്മൾ മണ്ണൊക്കെ ഇട്ട് നിറയ്ക്കുമ്പോൾ ഈ സോയിൽ ഇട്ടിട്ടാണ് നിറയ്ക്കുന്നത്. സോയിൽ ഇവിടെ ഇങ്ങനെ ബാഗിൽ വാങ്ങാൻ കിട്ടും. അപ്പൊ ഈ സോയിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് പൂച്ചട്ടി നിറയ്ക്കുന്നത്. നമുക്ക് സോയിൽ ഇങ്ങനെ ആവശ്യത്തിനുള്ളത് വരിയിടാം. ഇനി അപ്പൊ സോയിൽ കുറച്ചിട്ടിട്ട് പിന്നെ ഉണക്കച്ചാണകം നമ്മുടെ നാട്ടിൽ കിട്ടും പോലെ തന്നെയാണ്. ഇത് ഉണങ്ങിയ ചാണകമാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു ബാഗ് കിട്ടും മേടിക്കാൻ. അപ്പൊ സോയിലും ഇട്ടിട്ട് ഈ ചാണകപ്പൊടി ഇടും. അടുത്തത് സോയിലിടും. അങ്ങനെ സോയിലും ഉണക്ക ചാണകവുമായിട്ട് നമ്മളിതിനെ ഫില്ല് ചെയ്യും. ഇനി നമുക്ക് പുതിയ ഒരു പൂച്ചട്ടിയിലോട്ട് ഈ തുളസിയെ, ഞാൻ അതിൽ നിന്ന് എടുത്ത തുളസി തൈകളാണിത്, ഇതിലോട്ട് മാറ്റാം. നമുക്ക് നട്ടെടുക്കാം. ഇവിടുത്തെ മണ്ണ് കണ്ടോ, വേഗം ഇങ്ങനെ ഇളകി വന്നോളൂ. നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ആക്കാം. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണിത്. നട്ട് വെച്ച ശേഷം നമുക്ക് ഇതിൽ മണ്ണ് നിറയ്ക്കണം. വീണ്ടും താഴ്ന്നു പോകാനാണ് ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് നട്ടത്. അങ്ങനെ നമ്മുടെ പണി ഏകദേശം മുക്കാലും കഴിഞ്ഞ്. ഇനി അവിടെ കുറച്ച് ക്ലീനിങ്, ആ മണ്ണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത്രേ ഉള്ളൂ, ക്ലീനിങ്ങേ ഉള്ളൂ. കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇതൊന്ന് ചെറുതായിട്ട് വൃത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എല്ലാത്തിനും ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം. ചെറുതായിട്ടൊക്കെ ഒന്ന് വൃത്തിയായിട്ടുണ്ട് അല്ലേ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? വൃത്തിയായില്ലേ? ബൈ.